ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫൈനൽ കൺഫേംഡ് ലിസ്റ്റ് എത്തിയിരിക്കുകയാണ്. നമ്മൾ പ്രഡിക്ഷനിൽ പറഞ്ഞ എല്ലാവരും ഉണ്ട് കേട്ടോ. ഏതാണ്ട് എല്ലാവരും അതിനകത്തുണ്ട്. ഭയങ്കര സന്തോഷം തോന്നി. 1-2 പേരുകൾ മാത്രം മാറ്റി നിർത്തി ബാക്കി എല്ലാവരും ഉണ്ട്. 18 പേരുടെ ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ഭയങ്കര സന്തോഷം തോന്നുന്നു. അതോടൊപ്പം തന്നെ കണ്ടസ്റ്റൻസ് എല്ലാവരും ചെന്നൈയിലേക്ക് പറക്കാനുള്ള തയ്യാറെടുപ്പുകളും അവരുടെ ഷോപ്പിങ്ങുകളും മെഡിക്കൽ ചെക്കപ്പുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ കാലമാണല്ലോ. ബിഗ് ബോസ് വൈബാണ്. ഇനി 10-11 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരും 27, 28, 29 തീയതികളിലായിട്ട് ചെന്നൈയിൽ എത്തും. അവിടുത്തെ ഒരു ദിവസത്തെ ക്വാറന്റൈൻ ചിലപ്പോൾ കാണും. അതിനുശേഷം ഡാൻസിന്റെയും പാട്ടിന്റെയും ഒക്കെ റിഹേഴ്സല്, ദെൻ 1-ാം തീയതി ഡാൻസ് പെർഫോമൻസും അതുപോലെ പാട്ടും കൂത്തൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റേജിൽ, 2-ാം തീയതി ലാലേട്ടൻ കൈപിടിച്ച് കയറ്റുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക്, 3-ാം തീയതി ഗ്രാൻഡ് ലോഞ്ചിൽ നമ്മൾ കാണുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 7. അപ്പോ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ആരൊക്കെയാണെന്ന് അറിയണ്ടേ ആ 18 പേര്? അതോടൊപ്പം തന്നെ നമ്മുടെ ലാലേട്ടന്റെ ഒരു പ്രൊമോ കൂടി വന്നിട്ടുണ്ട്, സ്റ്റാർ സിംഗറിൽ 10 വരുന്നത്. അതിനകത്ത് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് അതുപോലെ തന്നെ ഡേറ്റ് ഒന്നും കൂടി എടുത്ത് പറയുന്നതും പ്രൊമോഷൻ കൊടുക്കുന്നതായിട്ടുള്ള സംഭവത്തിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അപ്പൊ ആ കാര്യവും പറയാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോ പേരുകളായിട്ട് പറയാം. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള പേരുകളൊക്കെ തന്നെയാണ് കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇത്തവണയും നിങ്ങൾക്ക് നമ്മളെ പൂർണ്ണമായും നിങ്ങളിലേക്ക് എല്ലാ ഇൻഫർമേഷൻസും പൂർണ്ണമായിട്ട് എത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇനി നമുക്ക് ചെന്നൈയിൽ പോയിട്ട് നോക്കാം, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഒന്നാമത്തെ ആള് നമ്മുടെ ഗീതാ ഗോവിന്ദം സീരിയൽ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ കഴിഞ്ഞു. അതിനകത്തെ ആക്ട്രസ് ആണ് ഗീതു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള ബിന്നി സെബാസ്റ്റ്യൻ. ഇതാണ് ബിന്നി സെബാസ്റ്റ്യൻ. ഒരു അടിപൊളി ലൈഫ് സ്റ്റോറി ഉള്ള ഒരാളാണ് ഈ ബിന്നി സെബാസ്റ്റ്യൻ. ഈ ലൈഫ് സ്റ്റോറിക്ക് അനുസരിച്ച് ബോൾഡ് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി കൂടിയാണ് ബിന്നി. അപ്പോൾ ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സൂപ്പർ ബോൾഡ് കണ്ടസ്റ്റന്റ് ആയി നിൽക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റൂലല്ലോ. അടുത്ത് രണ്ടാമത്തെ ആള് ആക്ടറാണ്. ഇതും നമ്മൾ മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ള പേരാണ്. ബിന്നിയുടെ പേര് നമ്മൾ വളരെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇതും നമ്മൾ പറഞ്ഞിട്ടുള്ള പേരാണ് ആക്ടർ ആര്യൻ കദൂരിയ. ആര്യൻ കദൂരിയ. എനിക്ക് കാണുമ്പോൾ രൺബീർ കപൂറിന്റെ ലുക്കാണ് കേട്ടോ ഉള്ളത് തോന്നുന്നത്. നിങ്ങൾക്ക് രൺബീർ സിംഗ് ആയിരിക്കും. കുറെ പേര് കമന്റ്. എനിക്ക് രൺബീർ കപൂർ, എൻ്റെ ഒരു പ്രത്യേക കണ്ണാണ്, കണ്ടില്ലേ കണ്ണടയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്ന രൺബീർ കപൂറിന്റെ ഒരു ലുക്കാണ്. അപ്പം ഒരു എന്താ പറയുക, ഒരു ചുള്ളൻ വരുന്ന ഒരു ഫീലൊക്കെ നമുക്ക് ബിഗ് ബോസിന് എപ്പോഴും അറിയാമല്ലോ. ഒരു ലവ് ട്രാക്കിന്റെ കാറ്റ് വീശുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഒരുപക്ഷെ പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ഒരു സൂപ്പർ ഗെയിമർ ആവാനുള്ള ചാൻസസും ഈ വ്യക്തിത്വത്തിൽ നിന്നും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒൺലി ഫീലിംഗ്. അടുത്ത് മൂന്നാമത്തത് നമ്മുടെ ഇന്റർവ്യൂവർ ആയിട്ടുള്ള ഹോട്ട് സീറ്റിൽ ഇരുത്തി എല്ലാവരെയും വെള്ളം കുടിപ്പിക്കുന്ന ആളാണ് ഇന്റർവ്യൂവർ ഷാരിക. ഷാരിക അറിയാലോ. അപ്പം ഈ പറയുന്ന പോലെ ഷാരികയുടെ പേഴ്സണാലിറ്റിയും ഭയങ്കര ബോൾഡാണ്. നമുക്കറിയാം ഇന്റർവ്യൂവിൽ കാണുന്ന ഷാരികയാണ് യഥാർത്ഥ ഷാരികയെങ്കിൽ ബിഗ് ബോസ് വീട് നിന്ന് കുല്ലിങ്ങും മക്കളെ നമുക്ക് നോക്കി തന്നെ അറിയാം. എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഷാരിക. അടുത്ത് നാലാമത്തേത് പ്രേക്ഷകർ 2-3 സീസണായിട്ട് വന്നു കഴിഞ്ഞാൽ കൊള്ളാം അല്ലെങ്കിൽ വരണം എന്നൊക്കെ ആഗ്രഹിച്ച നമ്മുടെ സീരിയലുകളുടെ പൃഥ്വിരാജ്. അതെ, ആക്ടറായിട്ടുള്ള ഷാനവാസ് ഷാനു. ഇതാണ് ഷാനവാസ് ഷാനു. കുറേ പേര് ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് മറ്റൊരു റോൺസൺ ആവാം, മറ്റൊരു നവീൻ ആകാം എന്നൊക്കെ. ഇവരുടെ 3 പേരുടെയും കൂടെ നിൽക്കുന്ന ഒരു സെൽഫി ഒക്കെ ഇങ്ങനെ വൈറലാവുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു കണ്ടസ്റ്റൻസിലും എക്സ്പെക്ടേഷൻ വെക്കുന്നതല്ലാതെ അവരെ ഇടിച്ചു താഴ്ത്തി ഇവര് വന്ന അങ്ങനെ അവർ വന്ന ഇങ്ങനെ അങ്ങനെ കരുതരുത്. എക്സ്പെക്ടേഷൻ ആവാം, അത് ഓവറും ആവരുത്. അതുപോലെ തന്നെ ഇവർ ഒന്നും ചെയ്യൂല, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് ഈ പറയുന്ന ഷാനവാസ് ഷാനു. അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. കുങ്കുമപ്പൂ എന്ന് പറയുന്ന സീരിയൽ ഏഷ്യനിലൂടെ വന്നിട്ട് അതിലൂടെ ഭയങ്കര പ്രസിദ്ധിയായി. പിന്നീട് സീത സീരിയലിൽ വന്ന ആളാണ്. വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. വളരെ സൂപ്പർ പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്. കാരണം എനിക്ക് തോന്നുന്നു ഫാമിലിയെ പോലും സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ടില്ല പുള്ളിക്കാരൻ. എനിക്ക് താല്പര്യമില്ല, എൻ്റെ ഫാമിലി എന്തിനാ അതിൽ വലിച്ചിരുന്നത് അങ്ങനെ ചോദിക്കുന്നവരെ ഞാൻ ഏതോ ഒരു ബൈറ്റിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത് നമ്മുടെ ആക്ടറായിട്ടുള്ള അപ്പാനി ശരത്താണ് 5-ാമത്തെ ആൾ. അപ്പാനി ശരത്ത് അറിയാലോ. ഇതും നമ്മൾ വളരെ മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ള പേരുകളാണ്. ഈ പറയുന്ന പേരുകളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള പേരാണ്. ഒരെണ്ണം പോലും നമ്മൾ പുതുതായിട്ട് പറയുന്നതല്ല. പറഞ്ഞ് തഴമ്പിച്ച പേരുകളാണ്. അടുത്ത് അപ്പാനി ശരത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുറച്ചൊരു എന്താ പറയുക, ഒരു നോർമൽ ലെവലിൽ പോകുമെന്ന് തോന്നുന്നുണ്ട്. മീൻസ് ഹൈപ്പ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എനിക്ക് ഈ പുള്ളീനെ കുറിച്ച് പേഴ്സണലി ഞാൻ വീഡിയോസൊക്കെ ഞാൻ ഓരോരുത്തരെ റെഫർ ചെയ്ത് നോക്കിയിട്ടാണ് വന്ന് പറയുന്നത്. അപ്പോൾ എനിക്കങ്ങനെ ഫയർ മോഡ് ആകും എന്ന് തോന്നുന്നില്ല. ഒരു നോർമൽ ലെവലിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആവാനുള്ള ഒരു ഹോപ്പ് ഉണ്ട്. നോക്കാം, പക്ഷെ കളിക്കണം കേട്ടോ.
അപ്പാനി വീഡിയോ കാണുകയാണെങ്കിൽ. അടുത്ത് ആറാമത്തെ ആള് നമ്മുടെ ആക്ട്രസ് ആണ്. വളരെ കാലം സീസൺ 2, 3, 4, 5, 6 ഇങ്ങനെ പേരുകൾ വരണം എന്ന് പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആക്ട്രസ്, നമ്മുടെ സ്വന്തം സ്റ്റാർ മാജിക്കിലെ അനുമോൾ. അനുമോൾ ഈ സീസണിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? കുറെ പേര് ഇവള് ക്യൂട്ട്നെസ് വാരി ബദറി അവിടെ ഇരിക്കും, ഇവള് ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, ഇവള് രാവിലെ എഴുന്നേറ്റ് ചന്ദനമൊക്കെ തൊട്ട് അവിടെ ഇരിക്കും. എന്തുവാടേ നിങ്ങളുടെ പ്രശ്നം? വരട്ടെ, ഗെയിം കളിക്കാനല്ലേ വരുന്നത്, വന്ന് കളിക്കട്ടെ, എന്നിട്ട് നമുക്ക് വിലയിരുത്താം. അനുമോളിൽ എനിക്ക് പ്രതീക്ഷ ഉണ്ട്, കാരണം ഇത്രയും ഫെയിമിൽ നിൽക്കുന്ന ഒരു ആക്ട്രസ് ആണ്. അപ്പോൾ വന്ന് എന്തായാലും മോശം കളിക്കില്ല. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റാർ മാജിക് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഫൺ ടാസ്കുകളാണ് അതിനകത്ത്. അപ്പോൾ ടാസ്ക് കളിക്കാൻ ഇഷ്ടമില്ലാത്ത ആരും സ്റ്റാർ മാജിക്ക് പോകത്തില്ല. അപ്പം എന്തായാലും ടാസ്കുകളിൽ ഒരു ബെറ്റർ പെർഫോമൻസ് ഞാൻ അനുവില് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ടാസ്ക് ആണ് സ്റ്റാർ മാജിക്കിന്റെ മെയിൻ. ആ സാധനം ബിഗ് ബോസിൽ മോർണിംഗ് ടാസ്ക്, ഡെയിലി ടാസ്ക്, സ്പോൺസർ ടാസ്ക്, വീക്കിലി ടാസ്ക്, ഇതൊന്നും കൂടാതെ ബിഗ് ബോസിന് തോന്നുന്ന ടാസ്കുകൾ. അപ്പൊ അതുകൊണ്ട് ടാസ്കുകളിൽ എനിക്ക് ഭയങ്കരമായ ഒരു പ്രതീക്ഷ ഉണ്ട് അനുമോളിൽ. കാരണം ടാസ്ക് കളിച്ച് മടുത്ത് കിടക്കുന്ന ആളാണ്. അടുത്ത ഏഴാമത്തെ ആള് നമ്മൾ വളരെ മുന്നേ പറഞ്ഞിട്ടുള്ള 2 പേരാണ്. ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നസ്രിൻ ആൻഡ് ഫാത്തിമ നൂറിൻ. ഇതാണ് ആദിലയും ഫാത്തിമയും. ഇവർ 2 പേരും ഒറ്റ കണ്ടസ്റ്റന്റ് ആയിട്ടായിരിക്കാം. നമ്മൾ സീസൺ 2 അമൃത അഭിരാമി കണ്ടിരുന്നു, സീസൺ 3 സജന ഫിറോസ് കണ്ടിരുന്നു. അപ്പം 2 പേരും ഒറ്റ കണ്ടസ്റ്റന്റ് ആവാനാണ് സാധ്യത. പക്ഷെ 2 പേരും കൂടെ എനിക്ക് തോന്നുന്നു ഡേ 1 മുതൽ കേട്ടിട്ടുള്ള ഒരു എന്താ പറയാ 2 പേര് വന്നിട്ട് ഒറ്റ കണ്ടസ്റ്റന്റ് ആയിട്ട് ഡേ 1 വരെ ഇതുവരേക്കും ബിഗ് ബോസ് മലയാളത്തിൽ വന്നിട്ടേ ഇല്ലല്ലോ. അപ്പം ഫസ്റ്റ് ആയിട്ടായിരിക്കും ഫസ്റ്റ് ഡേ തന്നെ കയറ്റി വിടുന്ന 2 പേരുള്ള ഒറ്റ കണ്ടസ്റ്റന്റ്. അത് ആദില നൂറ് തന്നെയായിരിക്കും. എന്തായാലും ലെസ്ബിയൻ കപ്പിൾസ് ആണ്, ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് വന്നതാണ്. അതിനനുസരിച്ച് സംസാരിക്കാനുള്ള കഴിവില്ലെങ്കിൽ ഒരു കാരണവശാലും അവർ സ്ട്രഗിൾ ചെയ്തവിടെ വരെ എത്തില്ല. അപ്പൊ എനിക്ക് അവരിൽ ഒരു പ്രതീക്ഷ ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പറയട്ടെ, 2 പേരെയും 2 സമയത്ത് കയറ്റിവിടുക. ആദിലെ കയറ്റിവിട്ട് കുറെ സമയം കഴിഞ്ഞ് 2-3 കണ്ടസ്റ്റൻസിനെ കയറ്റിവിട്ട് നൂറെ കയറ്റിവിടുക. എന്നിട്ട് ഇവർ തന്നെ കണ്ടസ്റ്റൻസ് തന്നെ ഇവർ 2 കണ്ടസ്റ്റന്റ് ആണോ ഒറ്റ കണ്ടസ്റ്റന്റ്, ഇങ്ങനെ ഞെട്ടി ഇരുന്നിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുക ഒറ്റ കണ്ടസ്റ്റന്റ് ആണെന്ന്. എങ്കിൽ നല്ല രസമായിരിക്കും. ഇല്ലെങ്കിൽ 2 കണ്ടസ്റ്റന്റ് ആയിട്ട് വിട്ടു കഴിഞ്ഞാലും പ്രശ്നമില്ല. കാരണം ഹിന്ദി ബിഗ് ബോസിലൊക്കെ അങ്ങനെയാണ്. ഇപ്പം OTT സീസൺ 2 ഒക്കെ ഇപ്പൊ കഴിഞ്ഞപ്പോൾ അതിനകത്ത് എനിക്ക് പേര് കറക്റ്റ് കിട്ടുന്നില്ല, ഒരു ഹസ്ബൻഡും 2 വൈഫും ഉണ്ട്. അപ്പം ഇവര് ഈ പറയുന്ന പോലെ 3 പേര് 3 കണ്ടസ്റ്റന്റ് ആയിട്ടാണ് വന്നത്, എന്നിട്ട് എവിക്റ്റ് ആയി പോവും. അങ്ങനെ ഒരു സംഭവം അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ സംഭവം കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. അടുത്ത പേര് വിഷയത്തിൽ തന്നെ മറന്നു. 8ാമത്തെ പേര് നമ്മുടെ ആക്ടർ ആയിട്ടുള്ള ആളാണ്. വളരെ കാലമായിട്ട് എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിയും വരണമെന്ന്. ബോൾഡായി സ്ട്രോങ് ആയി ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചത് ഇങ്ങനെ കറങ്ങി വരുന്ന മറുപടികൾ ഉള്ള ഒരാളാണ് ആക്ടർ ജിഷിൻ മോഹൻ. ഇതാണ് ആക്ടർ ജിഷിൻ മോഹൻ, അറിയാമല്ലോ. ഞാൻ പണ്ട് മുതലേ ഒത്തിരി സീരിയൽസിൽ കാണുന്ന ഒരാളാണ് ഈ ജിഷിൻ മോഹൻ. അപ്പോൾ അടുത്ത 9ാമത്തെ പേര് ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള പേരാണ്, പുതിയ പേരൊന്നുമല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പേര്. ഫാഷൻ കൊറിയോഗ്രാഫർ ആയിട്ടുള്ള നെവിൻ. ഇതാണ് നെവിൻ. നമുക്ക് ഈ കൂടെയും അഭിഷേക് ജയദീപിന്റെ കൂടെയൊക്കെ എപ്പോഴും കാണാൻ കഴിയും. ഇവരുടെയൊക്കെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ നെവിനും ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും അറിയുന്നത്. അടുത്ത് 10ാമത്തെ പേര് ഒരു ഇൻഫ്ലുവൻസർ ആണ്, ചുള്ളനാണ്, പക്ഷെ മാരീഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ആരും പെൺകുട്ടികളൊന്നും അധികം അടുക്കാൻ പോണ്ട, മാരീഡ് ആണ്. പേര് അഭിശ്രീ. ഇതാണ് അഭിശ്രീ. ഒരു മിനിറ്റ്. അഭിശ്രീ, ഇതാണ് അഭിശ്രീ. അറിയാമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അഭിശ്രീയുടെ കേസാണ് ഞാൻ പറഞ്ഞത്. പുള്ളിക്ക് കാലിന് എന്തോ ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ചാൻസസ് കുറവാണെന്ന്, കൺഫേംഡ് ആണെന്ന് തന്നെയാണ് കേട്ടോ അറിയുന്നത്. അപ്പോൾ വരട്ടെ, ഒരു കളിച്ച് മുന്നേറി കഴിഞ്ഞാൽ ഭയങ്കര അധികം എന്താ പറയുക സൂപ്പർ ആകാൻ ചാൻസസ് ഉണ്ട്. അടുത്ത 11ാമത്തെ പേര് RJ ആയിട്ടുള്ള ഒരാളാണ്, RJ ബിൻസി. ഇതാണ് RJ ബിൻസി. എനിക്ക് എക്സ്പെക്ടേഷൻ ഇല്ല, കാരണം എനിക്ക് RJ ബിൻസിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. എനിക്ക് എക്സ്പെക്ടേഷൻ ഇല്ല മീൻസ് നോർമൽ, അതെങ്ങനെ വേണോ പോവാമല്ലോ. അടുത്ത 12ാമത്തെ ആള് ഒരു കൊമേഡിയൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിൽ കുറെ ഫണ്ണുകളൊക്കെ നമുക്ക് ഇത്തവണ കാണാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ്. പേര് ദീപക് മോഹൻ, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്. ഇതാണ് ദീപക് മോഹൻ. അപ്പോൾ ദീപക് മോഹന്റെ കുറെ ഫൺ അതുപോലെ തന്നെ കോമഡീസ് ഒക്കെ നമുക്ക് ലൈവിൽ കണ്ടിരിക്കാൻ രസമുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത് 13ാമത്തത് നമ്മുടെ കോൺട്രോവേഴ്ഷ്യൽ സൂപ്പർ ഗേൾ, സൂപ്പർ സ്റ്റാർ, ദ ആക്ട്രസ് വൺ ആൻഡ് ഓൺലി രേണു സുധി. ഇതാണ്. അപ്പോൾ 13ാമത്തെ ആള് നമ്മുടെ രേണു സുധിയാണ്. അപ്പം രേണു സുധി പറഞ്ഞ പോലെ എല്ലാ ഒരു ക്വാളിറ്റിയും അടങ്ങിയ ഒരാളാണ് അല്ലേ. ഡ്രാമ, അതുപോലെ തന്നെ ആക്ടിങ്, പിന്നെ കോൺട്രവേഴ്സി, ബോൾഡ്,
എല്ലാം ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുധിച്ചേട്ടൻ്റെ ഒരു ഫെയിം ഉണ്ട്. ആ ഫെയിം അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട്. അത് ബിഗ് ബോസ് വീട്ടിൽ വന്നാൽ ഞാൻ പറയാം ഫുൾ ഗെയിം ഓപ്പൺ ആവുക, നെഗറ്റീവ് പോസിറ്റീവ് വാട്ടോ മേ ബി ഓപ്പൺ ആവുക, സപ്പോർട്ടുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. മുൻകാലമുള്ള സീസണുകളിലെ കണ്ടസ്റ്റന്റുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ആരാണെന്നുള്ളത് ഞാൻ പറയാം. എൻ്റെ ഒരു ഇന്റർവ്യൂ വരാനിരിക്കുന്നുണ്ട്, അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അടുത്ത് ഇന്റർവ്യൂ വരുമ്പോൾ ഞാൻ ലിങ്ക് കമ്മ്യൂണിറ്റി ടാബിലിട്ടൊക്കെ എല്ലാവരും കാണണം കേട്ടോ. എൻ്റെ ഒരു ഇന്റർവ്യൂ ഓൾറെഡി വന്നിട്ടുണ്ട്, ഇനി 2 എണ്ണം കൂടി വരാനുണ്ട്. ഓക്കെ, അടുത്ത് 14ാമത്തെ പേര് നമ്മുടെ പാട്ടുകാരനും മ്യൂസീഷ്യനും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. പാട്ടുകൾ ബിഗ് ബോസ് വീട്ടിൽ എപ്പോഴും നമുക്ക് ഒരു ഈണം തരുന്ന സംഭവം തന്നെയാണ്. മ്യൂസീഷ്യൻ അക്ബർ ഖാൻ. അക്ബർ ഖാൻ അറിയാലോ, ഇപ്പോൾ നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 10 അപ്പോൾ എല്ലാവർക്കും സ്റ്റാർ സിംഗറിലുണ്ടല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെ വരും നോക്കിയിരുന്നോ, വരും. അടുത്ത് 15ാമത്തത് ആക്ടർ ആയിട്ടുള്ള ഒരാളാണ്, പേര് മുൻഷി രഞ്ജിത്ത്. ഇത് നമ്മൾ പുതിയതായിട്ട് പറഞ്ഞൊരു പേരാണ് മുൻഷി രഞ്ജിത്തിന്റെ പേര്. രഞ്ജിത്ത് മുൻഷി, അങ്ങനെയാണോ? മുൻഷി രഞ്ജിത്ത് എന്നാണോ രഞ്ജിത്ത് മുൻഷി എന്നാണോ എന്ന് എനിക്കറിയില്ല, ഇത് ഏതോ ഒന്നാണ് പേര്. ഈ പുള്ളി ആക്ടറാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം സീസൺ 6ലേക്കും ഈ പുള്ളി സെലക്ട് ആയതാണ്. അവസാനം വന്നിട്ട് എന്തോ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടെ, സെലക്ട് ആയതാണ്. പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് ആ പേരുകളൊന്നും കിട്ടിയില്ല. ഇപ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. ഓക്കെ, ഇനി അടുത്ത് 16ാമത്തെ പേര്, ഇത് നമ്മൾ തന്നെ പറഞ്ഞ പേരാണ്, ഒരിടത്തും കേട്ടിട്ടൊന്നുമില്ല. ഈ പേരുകളൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ പണ്ടത്തെ ആർട്ടിസ്റ്റുകളാണ്. ഈ പറഞ്ഞിട്ടുള്ള ഞാനിപ്പോൾ പറയുന്നതൊക്കെ ആക്ടർ ഒനിയൽ സാബു. ഇതാണ് ഒനിയൽ സാബു. എനിക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു ലുക്കിൽ തന്നെ ഒരു ബോൾഡ് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഗെയിം കളിക്കണേ ഒനിയൽ സാബു, സൂപ്പർ ആക്കണേ. അപ്പം ഒരു പ്രതീക്ഷയുണ്ട്. വളരെ മുന്നേയൊക്കെ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പം വീണ്ടും വരുമ്പോൾ തിളങ്ങാൻ കിട്ടുന്ന അവസരം പാഴാക്കരുത്. അപ്പം സൂപ്പർ ആവട്ടെ, ഒരു പ്രതീക്ഷ ഉണ്ട് എനിക്ക്. അടുത്ത് 17ാമത്തെ പേര് ഞാൻ പറയുന്നത് നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആക്ട്രസ് രേഖ രതീഷ്. ഇതാണ് രേഖ രതീഷ്, അറിയാലോ, നമ്മുടെ പടിപ്പുര വീട്ടിലെ പത്മാവതി, പരസ്പരം സീരിയൽ, മഞ്ഞിൽ വിരിഞ്ഞ പൂവ് ഒക്കെ നിറഞ്ഞാടിയ ഒരു ആക്ട്രസ്സാണ്. ഭയങ്കര അസാധ്യ കഴിവുള്ള ഒരു ആക്ട്രസ്സാണ്. പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ആക്ട്രസും കൂടിയിട്ടാണ്. പക്ഷേ ഈ പറയുന്ന രേഖ രതീഷ് ഒരു പക്ഷേ വൈൽഡ് കാർഡ് ആയേക്കാം. അത് നമുക്ക് മാറ്റി വെച്ചിരിക്കാം കേട്ടോ. അപ്പം ഞാൻ 17 പേര് പറഞ്ഞു. ഇനി 18, മൊത്തം 17 പേര് ഞാൻ പറഞ്ഞെങ്കിലും ആദിലയും നൂറയും കൂടി ഇതിനകത്തുണ്ട്. അപ്പം അതുകൊണ്ട് 18 പേരുകളുണ്ട്. ഈ 18 പേരുകളും കൺഫേം തന്നെയാണ്. രേഖയുടെ കേസിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ വൈൽഡ് കാർഡിലേക്ക് തള്ളപ്പെട്ടേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കാം. അതവിടെ ഇരുന്നോട്ടെ, എന്തോ ആയിക്കോട്ടെ, വാട്ടവ അവിടെ ഇരിക്കട്ടെ. ഇനി 2 കോമണേഴ്സിനെ കൂടി നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു മെയിലും ഒരു ഫീമെയിലും. അങ്ങനെയാണ് അറിയാൻ പറ്റുന്ന 2 കോമണേഴ്സ്. അപ്പോൾ 20 കണ്ടസ്റ്റൻസ്, ടോട്ടൽ 20 പേര്. ഇത് തന്നെയാണ് ഫൈനൽ ലിസ്റ്റ് എന്നാണ് അറിയുന്നത്. ഇതിനകത്ത് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഇനി അഥവാ മാറ്റം വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ആരും ഔട്ട് ആവാൻ സാധ്യതയില്ല. ഒരു 2 പേരും കൂടി എക്സ്ട്രാ വന്നു കഴിഞ്ഞാലേ ഉള്ളൂ. 20ഓ 22ഓ പേര്, മാക്സിമം 22. അത്രയ്ക്കേ ബിഗ് ബോസ് വീട്ടിനകത്തൊരു ഫസ്റ്റ് ഡേ കേട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ പ്രതീക്ഷയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ സംഭവിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഇതാണ് ലിസ്റ്റുകൾ. ഇനി ഞാൻ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയി, എനിക്കും അറിയാം. പക്ഷെ ഓരോരുത്തരെ കുറിച്ചിട്ടുള്ള എൻ്റെ എക്സ്പെക്ടേഷൻ കൂടിയാണ് ഞാൻ പറഞ്ഞത്. അവസാന ഡേ ആക്കാമ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ടിരുന്ന് പറഞ്ഞത്. ഇനി പറയാനുള്ള കാര്യം, സ്റ്റാർ സിംഗർ സീസൺ 2 ഒരു പ്രൊമോയിൽ ലാലേട്ടൻ വരുന്നുണ്ട്. ബിഗ് ബോസിന്റെ ലോഗോ ഒക്കെ ഇങ്ങനെ പറയിലിരിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് ഒന്നുകൂടെ കാണിക്കുകയാണ്. സീസൺ തുടങ്ങാൻ പോവാണെന്ന് പറയുന്നു. മൺസൂൺ ഫെസ്റ്റിവൽ സ്റ്റാർ സിംഗറിൻ്റെത് അവിടെ എന്താ പറയുക, എനിക്കൊന്ന് ബ്രേക്ക് എടുക്കുമായിരിക്കാം. കാരണം അക്ബർ ഖാനൊക്കെ ഈ പറയുന്ന പോലെ ബിഗ് ബോസിലേക്ക് വരുമല്ലേ. അപ്പോൾ എന്തായാലും അത് ബ്രേക്ക് എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് അക്ബർ ഖാനൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ ഫാസ്റ്റ് ക്വിക്ക് അപ്ഡേറ്റിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് പോട്ട് നിങ്ങളുടെ കരുത്തുക്കൾ കമൻ്റ് ആയിട്ട് മസ്റ്റാ പറഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. വീണ്ടും കൺഫേംഡ് ലിസ്റ്റിങ്ങിന് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 100-150 എണ്ണം വരുന്നുണ്ടെന്ന്. പക്ഷേ ഇതിലൊക്കെ സെയിം സാധനങ്ങളാണ്. കുറച്ചുകൂടി കൺഫർമേഷൻ കൂടി വരുമ്പോഴത്തേക്കുമാണ് ഞാൻ ഒന്നും കൂടി ഇന്നതൊക്കെയാണ് ആൾക്കാരെന്ന് പറഞ്ഞ് അറിയിക്കുന്നത്. അപ്പം ഞാൻ പോവാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഇന്റർവ്യൂ വരാനുണ്ട്. ഇന്റർവ്യൂ വരുമ്പോഴത്തേക്കും ഞാനത് കമ്മ്യൂണിറ്റി ടാബിൽ ഷെയർ ചെയ്യും. അപ്പം നിങ്ങൾ എല്ലാവരും അത് കാണണം. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട്. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.